കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലെ ധനകാര്യ സേവന വകുപ്പ് രാജ്യത്തെ അവകാശപ്പെടാത്ത ആസ്തികൾ കണ്ടെത്താനും ക്ലെയിം ചെയ്യാനുമായി 3 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ആരംഭിച്ചു. ആപ്കി പൂഞ്ചി ആപ്കാ അധികാർ, നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന പേരിൽ നടത്തുന്ന ക്യാമ്പയിനിലൂടെ പൗരന്മാർക്ക് അവരുടെ ക്ലെയിം ചെയ്യാത്ത നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് വരുമാനം, ലാഭവിഹിതം, ഓഹരികൾ, മ്യൂച്വൽ ഫണ്ട് ബാലൻസുകൾ, പെൻഷൻ കുടിശ്ശികകൾ എന്നിവ കണ്ടെത്താനും ക്ലെയിം ചെയ്യാനും ലക്ഷ്യമിടുന്നു. ഇനി എങ്ങനെ ഇത്തരത്തിലുള്ള പണം തിരികെ ലഭിക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് 10 വർഷമോ അതിൽ കൂടുതലോ പ്രവർത്തനരഹിതമായി തുടരുകയാണെങ്കിൽ അത് ക്ലെയിം ചെയ്യപ്പെടാത്തതായി കണക്കാക്കുകയും ബാക്കി തുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI സ്ഥാപിച്ച ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് DEA ഫണ്ടിലേക്ക് മാറ്റുകയും ചെയ്യും. എന്നാൽ ഈ പണം നിങ്ങളുടെ പേരിൽ തന്നെ സുരക്ഷിതമായി തുടരും. തിരികെ എടുക്കൽ പ്രക്രിയ ലളിതമാണ്. RBIയുടെ ഉദ്ഗം പോർട്ടൽ സന്ദർശിച്ച് വിശദാംശങ്ങൾ പരിശോധിക്കുക. നിങ്ങളുടെ അക്കൗണ്ട് ദൃശ്യമായാൽ നിങ്ങളുടെ ബാങ്ക് ശാഖ സന്ദർശിക്കുക. KYC പൂർത്തിയാക്കുക. നിങ്ങളുടെ പണം പലിശ സഹിതം തിരികെ നൽകും. നിങ്ങളുടെ അക്കൗണ്ട് ദൃശ്യമാകുന്നില്ലെങ്കിൽ പാസ്ബുക്കുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ പോലുള്ള നിങ്ങളുടെ പഴയ രേഖകൾ കണ്ടെത്തി നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക. പ്രക്രിയ പൂർത്തിയാക്കാൻ നിങ്ങളുടെ ബാങ്ക് നിങ്ങളെ സഹായിക്കും. ഒരു ലാഭവിഹിതമോ ഓഹരിയോ 7 വർഷത്തേക്ക് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ അവ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിൽ സജ്ജീകരിച്ചിട്ടുള്ള ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് IEPF മാറ്റും. ഇവ സുരക്ഷിതമായി തുടരുകയും നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും. പ്രക്രിയ ലളിതമാണ്. IEPFA.gov.in സന്ദർശിച്ച് പേര് അല്ലെങ്കിൽ പാൻ നമ്പർ ഉപയോഗിച്ച് തിരയുക. നിങ്ങളുടെ വിശദാംശങ്ങൾ ദൃശ്യമായാൽ MCA.gov.in നിന്നുള്ള IEPF 5 ഫോം പൂരിപ്പിക്കുക. ക്ലെയിം മാസ്റ്റർ ലിസ്റ്റ്, ഷെയർ സർട്ടിഫിക്കറ്റ്, ഡിമാറ്റ് സ്റ്റേറ്റ്മെന്റ്, ID പ്രൂഫ്, ക്യാൻസൽഡ് ചെക്ക് തുടങ്ങിയ ആവശ്യമായ രേഖകൾ നൽകുക. ഫോം സമർപ്പിച്ച ശേഷം സർവീസ് റിക്വസ്റ്റ് നമ്പർ SRN കുറിച്ചുവയ്ക്കുക. നിങ്ങളുടെ രേഖകൾ കമ്പനിയുടെ നോഡൽ ഓഫീസർക്ക് അയക്കുകയും ചെയ്യുക. MCA പോർട്ടലിൽ തപാൽ രസീത് അപ്ലോഡ് ചെയ്യുക. പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലാഭവിഹിതവും ഓഹരികളും നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ഇൻഷുറൻസിൽ ഭൂരിഭാഗം പ്രോസസ്സുകൾ, സർവൈവൽ ആനുകൂല്യങ്ങൾ, മരണ ക്ലെയിമുകൾ അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റുകൾ പലപ്പോഴും 12 മാസമോ അതിൽ കൂടുതലോ കാലതാമസം വന്നേക്കാം. നോമിനി അറിയാത്തപ്പോഴോ ബാങ്ക് വിശദാംശങ്ങൾ മാറുമ്പോഴോ ഇത് സാധാരണയായി സംഭവിക്കുന്നു. പ്രക്രിയ ലളിതമാണ്. നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ IRDAI പോർട്ടൽ www.bimabarusa.irdaa.gov.in സന്ദർശിക്കുക. ക്ലെയിം ചെയ്യാത്ത തുക വിഭാഗത്തിലേക്ക് പോയി നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയെ തിരഞ്ഞെടുത്ത് പോളിസി നമ്പർ, പേര്, ജനന തീയതി എന്നിവ ഉപയോഗിച്ച് തിരയുക. ഒരു ക്ലെയിം നടത്താൻ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുക. ID പ്രൂഫ്, ബാങ്ക് വിശദാംശങ്ങൾ, ക്ലെയിം ഫോം എന്നിവ നൽകുക. മരണ ക്ലെയിമിന് മരണ സർട്ടിഫിക്കറ്റും ബന്ധത്തിന്റെ തെളിവും കൂടി നൽകുക. പോളിസി രേഖ നഷ്ടപ്പെട്ടാൽ ഒരു നഷ്ടപരിഹാര ബോണ്ട് നൽകാം. 10 വർഷത്തേക്ക് ഒരു ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യപ്പെടാതെ തുടരുകയാണെങ്കിൽ അത് സീനിയർ സിറ്റിസൺസ് വെൽഫെയർ ഫണ്ടായ SCWF മാറ്റും. എന്നാൽ അവിടെ നിന്നു പോലും അത് 25 വർഷം വരെ ക്ലെയിം ചെയ്യാൻ കഴിയും. നിങ്ങളുടെ നോമിനിയെ അറിയിക്കുക, നിങ്ങളുടെ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, നിങ്ങളുടെ പോളിസി രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നീ കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. മ്യൂച്വൽ ഫണ്ട് തുകകൾ ക്ലെയിം ചെയ്യുന്നതിനായി നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ് RTA വെബ്സൈറ്റ് സന്ദർശിച്ച് അൺക്ലെയിം ചെയ്ത മ്യൂച്വൽ ഫണ്ടുകൾക്ക് കീഴിൽ തിരയുക. അല്ലെങ്കിൽ നിഷ്ക്രിയമോ ക്ലെയിം ചെയ്യപ്പെടാത്തതോ ആയ തുകകൾക്കായി MF സെൻട്രൽ വെബ്സൈറ്റിൽ ലഭ്യമായ സെബി മിത്ര പോർട്ടലിൽ പരിശോധിക്കുക. ക്ലെയിം ഫോം പൂരിപ്പിച്ച് ഫണ്ട് ഹൗസിനോ രജിസ്ട്രാറിനോ സമർപ്പിക്കുക. പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ പണവും നേടിയ ലാഭവും നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഭാവിയിൽ നിങ്ങളുടെ KYC, ബാങ്ക് വിശദാംശങ്ങൾ, വിലാസം എന്നിവ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. ക്ലെയിം ചെയ്യാത്ത പെൻഷൻ പദ്ധതികൾ ചിലപ്പോൾ NPS-ലേക്കോ NPS ലൈറ്റിലേക്കോ നൽകുന്ന സംഭാവനകൾ നിങ്ങളുടെ പ്രാൺ അക്കൗണ്ടിൽ രേഖപ്പെടുത്തില്ല, അല്ലെങ്കിൽ പ്രാൺ ഒരിക്കലും സൃഷ്ടിക്കപ്പെടുന്നില്ല. എന്നിരുന്നാലും പണം നിങ്ങളുടെ പേരിൽ സുരക്ഷിതമായി തുടരും. പ്രക്രിയ ലളിതമാണ്. നിർദ്ദിഷ്ട ക്ലെയിം ഫോം പൂരിപ്പിക്കുക. PRAN വിശദാംശങ്ങൾ, തിരിച്ചറിയൽ തെളിവ്, പേയ്മെന്റ് രസീത് തുടങ്ങിയ രേഖകൾ നൽകുക. PFRDA നിങ്ങളുടെ ക്ലെയിം പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ കൺസേൺഡ് പോയിന്റ് ഓഫ് പ്രസന്റ് സർവീസ് പ്രൊവൈഡർ POPSP വഴി അത് പരിശോധിക്കുകയും ചെയ്യും. പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ
നിങ്ങളുടെ സംഭാവനകളും അർഹമായ ഏതെങ്കിലും നഷ്ടപരിഹാരവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഇതിനർത്ഥം നിങ്ങളുടെ പെൻഷൻ സമ്പാദ്യം പോലും സുരക്ഷിതമാണെന്നും നിങ്ങൾക്ക് തിരികെ നൽകാമെന്നുമാണ്. ബാങ്ക് അക്കൗണ്ടുകൾ, ഡിവിഡൻഡുകൾ, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ടുകൾ, പെൻഷനുകൾ, ഈ സമ്പാദ്യങ്ങളെല്ലാം നിങ്ങളുടേതാണ്. അവ തിരികെ ക്ലെയിം ചെയ്യാൻ കഴിയും.